ഹലോ ഗൈസ്, സ്റ്റീവനെ വളർത്തിയുള്ള ചാനലിലേക്ക് എല്ലാവർക്കും ഒരു കൂട്ടം സാധനം. നമ്മളിന്ന് GTA 4 ആദ്യത്തെ മിഷനാണ് കളിക്കുന്നത്. നേരത്തെ ഒത്തിരി പേര് പറഞ്ഞാൽ നേരത്തെ GTA 5 കളിച്ചപ്പം ഒത്തിരി പേര് പറഞ്ഞാൽ GTA 4 കളിക്കാൻ. അതുകൊണ്ടാണ് ഗൈസ് ഇന്ന് GTA 4 കളിക്കുന്നത്. ആദ്യത്തെ മിഷനാണ് GTA 4ൻ്റെ. ഇതിൻ്റെ ഗ്രാഫിക്സ് മോഡ് ഓൺ ആക്കിയായിരുന്നെങ്കിൽ നല്ല സൂപ്പറാണ്. പക്ഷെ ഞാൻ ഗ്രാഫിക്സ് മോഡൊന്നും ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. ഗ്രാഫിക്സ് മോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും സീനായിരിക്കും. GTA 5-നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഗ്രാഫിക്സ് മോഡ് ഞാൻ ഓണാക്കാൻ മറന്നതാണ്. അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഗ്രാഫിക്സ് മോഡ് ഓൺ ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനെ പ്രത്യേകത ഇത് ഡാർക്ക് ആൻഡ് വൈറ്റ് ആണ് ഉള്ളത്. വേറെ ഇതെല്ലാം റിയൽ ലൈഫ് പോലത്തെ ഒരു ഗെയിം തന്നെയാണ് ഗെയ്സ്. അതായത് ഇതിൻ്റെ ഡാർക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളതേ ഉള്ളൂ ഗെയ്സ് പ്രശ്നം. വേറെ എല്ലാം TV ഒക്കെ എല്ലാം പൊട്ടിച്ചാൽ അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ഭയങ്കര സൂപ്പറാണ്. അതായത് ഇത് പക്കാ റിയലിസ്റ്റിക് ഒരു ഗെയിമാണ്. GTA 5-നേക്കാളും റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഒരു വേറൊരു കാര്യമുണ്ട്, അതായത് ഡാർക്ക് ആൻഡ് വൈറ്റ് ആണ് ഗെയ്സ്. അതൊരു പ്രശ്നം. അത് എന്തായാലും റോക്ക് സ്റ്റാറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് റീമാസ്റ്റർ ചെയ്യാം. ഓക്കെ, റോക്ക് സ്റ്റാർ റീമാസ്റ്റർ ചെയ്യുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇതാരും ഇതുവരെ റീമാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. റോക്ക് സ്റ്റാർ സനാൻഡ്രിയാസ് ഒക്കെ റീമാസ്റ്റർ ചെയ്തെങ്കിലും GTA 4 റീമാസ്റ്റർ ചെയ്തിട്ടില്ല. GTA 4 റീമാസ്റ്റർ ചെയ്യണം ഗെസ്. എങ്ങനെയും ഗ്രാഫിക്സ് മോഡ് ഓൺ ആക്കിയിട്ട് ഞാൻ കളിക്കുന്നതായിരിക്കും ഗെസ്. ഓക്കെ, ആയപ്പാടെ അതിനകത്ത് റോക്ക് സ്റ്റാർ ചെയ്തതെന്ന് പറയുമ്പോൾ ഡാർക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഗ്രാഫിക്സ് മോഡൊന്ന് ഓണാക്കി. ഇനി ഇത് ലാഗ് അടിക്കുന്നുണ്ട്, ചെറുതായിട്ട് ലാഗ് അടിക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗിങ്ങെല്ലാം മാറ്റി ഗ്രാഫിക്സ് മോഡൊക്കെ എല്ലാം ഓണാക്കി തന്നേ ഉള്ളൂ. സ്റ്റോറി മോഡാണ്. ഓക്കെ, മോനെ പോളി കൊള്ളാം ഗീസ്. ഇത് ഇഷ്ടപ്പെട്ടു ഈ GTA 4. ഞാൻ ഇനി GTA 4-ന് വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് തന്നെ ആലോചിക്കുകയാണ്. ഓക്കെ, സ്റ്റോറി മോഡാണ് ആദ്യത്തെ മിഷൻ. നിക്കോ മൈക്കാസി ഇനി രണ്ടുപേരും കൂടെ ചേർന്ന് മിഷൻ ചെയ്യാൻ പോകുന്നു. രണ്ടുപേരും കൂടെ ചേർന്നാണ് ഗെസ് മിഷൻ ചെയ്തത്. എനിക്കറിയാം, ഞാൻ യൂട്യൂബിലെല്ലാം ഒത്തിരി കണ്ടിട്ടുള്ളതാണ് രണ്ടുപേരും കൂടെ ചേർന്ന് മിഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആദ്യത്തെ മിഷനൊന്നും അറിയില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എല്ലാം ചെയ്ത് വെക്കാം ഒരു അറിയുന്ന പോലെ. നേരത്തെ ഞാൻ ഒരു വട്ടം കളിച്ചാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയായിരുന്നു. സ്റ്റോറി മോഡൊക്കെ എല്ലാം കൊള്ളാറുണ്ട്, പക്ഷെ ഡാർക്ക് ആൻഡ് വൈറ്റ് എന്നേ ഉള്ളൂ പ്രശ്നം. മൈക്കാസിന് സിയർ എന്നെല്ലാം പറഞ്ഞ് ഡാൻസും പാട്ടുകളാണ്. നിക്കോ കസിനാണ് ഗേസ്. ഓക്കെ, അവന്മാരോടോ അരക്കെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവനങ്ങ് വന്ന സംസാരം മാത്രമേ. ഇവൻ മുഴുവൻ സംസാരം, എനിക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല, അത്രയും സൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചത്. മുഴുവൻ അങ്ങ് സംസാരം. ഇവൻ്റെ സൗണ്ട് കേട്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, കസിനാന്ന് പോലും. ഓക്കെ, ഞാൻ കീ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ മറ്റുള്ള ഇന്ത്യൻ ക്ലൗഡ് ഗെയിമിൽ നിന്നാണ് കളിക്കുന്നത്. മുകളോ എങ്ങനെയാണ്ട് അറിയുന്നത്, കീ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നൊരു കഥ ഉണ്ട് ഗെയ്സ്. ഒരു റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ലീഡർ എങ്ങാണ്ട് പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇത് തന്നെയാണ്. CJയും ടോമിയും ക്ലൗഡും അവരൊക്കെ എല്ലാം ഇല്ലേ. സ്റ്റോണി ഇല്ലേ, സ്റ്റോണി എന്ന് പറയുന്ന ഒരു ലൈബർ സിറ്റിനകത്ത് അവരൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ അവർ എല്ലാവരും വിചാരിക്കുന്ന GTA 6 അവരെ കൊണ്ടുവരുന്നുള്ള, പക്ഷെ പറ്റത്തില്ല. കാരണം
അവരെല്ലാം നേരത്തെ ചത്തു. സീജയുടെ വോയിസ് ആക്ടർ ചത്തോന്ന് എനിക്ക് അറിയത്തില്ല. അത് കസിനാണ് ഫ്രാഗ്ലിനും സീജയൊക്കെല്ലാം. വേറൊരു കാര്യമുണ്ട്, അവരെ കൊണ്ടുവരത്തില്ല. കാരണം അവരൊക്കെ നേരത്തെ ചത്തു. ഇനി അവരെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു സാഡ് ന്യൂസ് തന്നെയാണ്. GTA 4 വാളിൽ അങ്ങനെ ഉണ്ട്. ഇത് നിക്കോഡ് അപ്പാർട്ട്മെന്റ് അല്ലേ, വാളിൽ എങ്ങനെ ഉണ്ട്. നിക്കോഡ് അപ്പാർട്ട്മെന്റില് റിപ്പ് സീജെ, അതായത് GTA 4 ഇറങ്ങിയ സമയത്തായിരുന്നു ലീഡർ കണ്ട് പറഞ്ഞത്. റിപ്പ് സീജെ, റിപ്പ് ടോമി, റിപ്പ് ടോണി അല്ല റിപ്പ് വൈസ്, റിപ്പ് ടോണി, റിപ്പ് ക്ലൗഡ്, ബൈ ബൈ സിയോ എന്നൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും അവരെ ഞാനും കൊണ്ടുവരുമെന്ന് ആട്ടങ്കയാണ് കേസ് പറഞ്ഞത്. ഞാനും വിചാരിച്ച് GTA 6 ഒന്ന് ഇറങ്ങിക്കോട്ടെ, എനിക്ക് സീജനെയും ടോമിനെയും ടോണിനെയും ക്ലൗഡിനെയും എല്ലാം കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയാണ്. പക്ഷെ പറ്റത്തില്ല, സീജനെയും ടോമിനെയും ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം അവരെ കൊണ്ടുവന്നില്ലേ. GTA 6ലും GTA 5ലും അവരെ കൊണ്ടുവന്നില്ല. മോഡുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ പറ്റും. GTA 5ലും GTA 4ലും GTA 6ലും കൊണ്ടുവരാൻ പറ്റില്ല. അവന്മാർക്ക് റോക്സ്റ്റാറിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. GTA 6ലേ പറ്റത്തില്ല. എത്ര ഗെയിം വന്നാലും GTA 5-നേക്കാളും മേളിൽ പോകത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, GTA 5-ന്റെ അത്രയും വേറെ ഒന്നും പറ്റില്ല. കാരണം അതിനകത്ത് കിട്ടുന്ന പോലത്തെ സൗകര്യമൊന്നും വേറെ ഒന്നിനകത്തും കിട്ടത്തില്ല. ശരിക്കും GTA 6-നോട് ഇഷ്ടമായത് ഇങ്ങനെ ടോമിയൊക്കെല്ലാം വരുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വന്നില്ല. അട്ടങ്കേ പറഞ്ഞായിരുന്നു. അവിടെ ഞാൻ വാളി കാണിച്ചു തരാം അവരൊക്കെല്ലാം പടം എഴുതിയേക്കുന്നത്. സ്റ്റോറീനെ തന്നെ സ്കിപ്പ് ആക്കാനുള്ള ബട്ടൺ അവിടെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എല്ലാ ഗെയിംസും മിക്സ് ചെയ്തൊരു ഗെയിം ഉണ്ടാക്കും. അതിനകത്ത് എല്ലാവരും കാണും ഗെയിംസ്. ഓക്കെ, സീജയുടെ വോയിസ് ആക്ടർ മരിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് കുറച്ച് റിയലിസ്റ്റിക് സംഭവങ്ങളുണ്ട് ഗെയിംസ്. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഞാൻ പറഞ്ഞു തരാം. എന്നാലും ഇതിന്റെ TV ഒക്കെ നല്ലപോലെ പൊട്ടുന്നൊരു നല്ലൊരു റിയാലിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, ചാലിന്റെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടോളൂ. യെല്ലോ ബേബിയുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. യെല്ലോ ബേബിയുടെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, യെല്ലോ ബേബി ഞാൻ കളിച്ചിട്ടില്ല. യെല്ലോ ബേബി ഞാൻ കളിച്ചില്ലായിരുന്നു. യെല്ലോ ബേബി ഞാൻ കളിച്ചിട്ടില്ലായിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഞാൻ യെല്ലോ ബേബിയുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. യെല്ലോ ബേബിയുടെ വീഡിയോ ഒത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്നതായിരിക്കും. കളിക്കൂടെ യെല്ലോ ബേബി എന്നൊക്കെ. ചായ കൊള്ളത്തില്ല. I've got to run. Come meet me at the cab office. It's easy. Out the door, turn left, and the first left at the diner, go down one block and turn right on Iroquois. Then walk all the way down and we're right there on the left on the corner of Cisco Street. It's really flash. We got lots of TDs and some incredible molders. Nico, give me a hug. Good to have you here, cousin. I've got something for you. Oh, yes, Vlad. Sorry. Forgive me, okay? No, please don't cut my cock off. Okay, Vlad. Yes. Okay. ഡിക്കോടെ ഫ്രാക്ഷൻ ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഡിക്കോടെ അപ്പാമ്മൻ്റെ കാറിറങ്ങുമ്പോൾ ഉണ്ട് ഒരു സീജ ചത്തെന്നൊക്കെ പറഞ്ഞ് തെളിയിച്ച് വിട്ടുണ്ട്. ഓക്കെ, സ്റ്റോറി കൂടെ അങ്ങോട്ട് ലോഡാവാണ്. നിർത്തണം. അപ്പൊ ഇത്തിരി നിങ്ങൾ കണ്ടോ? അയ്യോ, നിങ്ങൾ കണ്ടാ
സിറ്റിയിൽ കണ്ടു കാണും കണ്ടോ, നീ കണ്ടു കാണും. സിറ്റിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയാറുണ്ട്. ഹോട്ടോ ഹോട്ടോഗ് അതാ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ അവസാനം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക.